അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപത്തുള്ള ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാലാണ് മഴ കനക്കാൻ സാധ്യത പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാകട്ടെ ഇടുക്കിയിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം മിന്നൽ പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നിരവധി പ്രദേശങ്ങളിൽ അവ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. ഏകദേശം 3 മണിക്കൂറോളം നേരമാണ് ജില്ലയിൽ നിർത്താതെ തന്നെ മഴ ലഭിച്ചത്. ഇതോടെ നെടുങ്കണ്ടം, തൂക്കുപാലം, കമ്പമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അവിടെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മലവെള്ളപ്പാച്ചിൽ ആ ഒരു പ്രദേശം മുഴുവനായി അവിടേക്ക് ഒഴുകി എത്തുന്ന ദൃശ്യങ്ങളടക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. കല്ലാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നുകൊണ്ട് ഷട്ടറുകൾ ഉയർത്തിയതായും സൂചനകളുണ്ട്. ഇത് പ്രദേശത്ത് അവിടെ ഒരു വെള്ളപ്പാച്ചിലിന് കാരണമായിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാതിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളക്കെട്ട് വലിയൊരു ഭീഷണി ഉയർത്തുന്നതായി അവിടുത്തെ നാട്ടുകാർ അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം 48 മണിക്കൂറിൽ വടക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് ഇപ്പോൾ നിലവിൽ മഴ മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ്. ചിലയിടങ്ങളിൽ അടുത്ത 7 ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കോ അല്ലെങ്കിൽ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഒക്ടോബർ 17 മുതൽ 23 വരെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പറയപ്പെടുന്നത്. അടുത്ത 5 ദിവസം ഇടിമിന്നലും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഒക്ടോബർ 24 കൂടി തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം അതിതീവ്രമായ മഴ തുടരുന്നതിനാൽ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്ലിപ്പ് ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. 1063 ഘനയടി വെള്ളമാണിപ്പോൾ പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അധികൃതർ അറിയിച്ചു. അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും. ഇടുക്കി കല്ലാർ അണക്കെട്ടും അതും തുറന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് ഇടുക്കി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. മഴയെ തുടർന്ന് വ്യാപക സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ വീടുകളും ഉൾപ്പെടെയുള്ളവ വെള്ളം കയറി വലിയ രീതിയിലുള്ള ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് എന്നും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ മഴ കുറഞ്ഞെങ്കിൽ പോലും വെള്ളപ്പാച്ചിലിന് കുറവില്ല എന്നതാണ് നാട്ടുകാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.